ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ 5ാം ക്ലാസ്സിലെ മാത്സിൻ്റെ ഇംഗ്ലീഷ് മീഡിയത്തിലെ 2024 പുതിയ ടെക്സ്റ്റ് ബുക്കിൽ മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞ 3ാമത്തെ ചാപ്റ്ററിൽ പേജ് നമ്പർ 35 ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. നൗ ട്രൈ ദീസ് പ്രോബ്ലംസ് തന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കാൽക്കുലേറ്റ് 11 × 11 ആൻഡ് 111 × 111. അത് രണ്ടുമാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. നോക്കൂ, 11 × 11 എന്നുള്ളതിനെ നമ്മൾ എങ്ങനെ എഴുതാം? 10 + 1 ആണല്ലേ. അപ്പോൾ ഒരു ബോക്സ് വരച്ചിട്ട് ഫസ്റ്റിൽ 10ഉം പിന്നെ 1ഉം കൊടുക്കുക. താഴേക്കും അതുപോലെ ×11 അല്ലേ, അപ്പോൾ വീണ്ടും 10ഉം 1ഉം കൊടുക്കുക അല്ലേ. ഇനി ഫസ്റ്റത്തെ കള്ളിയിൽ എത്രയാണ് കൊടുക്കേണ്ടത്? ഈ 10 × 10 ആണ് ഫസ്റ്റത്തെ കള്ളിയിൽ കൊടുക്കേണ്ടത്. അത് എത്രയാണ്? 100 ആണല്ലേ. 10 × 10 എന്ന് പറഞ്ഞാൽ 100 ആണ്. പിന്നെ അടുത്ത കള്ളിയിലോ 10 × 1 ആണ്. അതെത്രയാണ്? ഒരു 10 അല്ലേ. അപ്പോൾ അതിൽ 10 എന്നും കൊടുക്കാം. ഇനി അതിൻ്റെ താഴെയുള്ള കള്ളിയിലും എത്ര തന്നെയാണ് കൊടുക്കേണ്ടത്? 10 തന്നെയാണല്ലേ. 100ൻ്റെ താഴെയുള്ള കള്ളിയിൽ 10 എന്ന് കൊടുക്കാം. ഇനി അതിൻ്റെ ശേഷമുള്ള കള്ളിയിലോ 1 × 1 ആണല്ലേ കൊടുക്കേണ്ടത്. ആ കള്ളീൻ്റെ ഏറ്റവും മേലെ 1ഉം സൈഡിൽ 1ഉം അല്ലേ. അപ്പോൾ 1 × 1 1ഉം കൊടുക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ കള്ളിയിലുള്ളതൊക്കെ മറ്റേ കള്ളിക്ക് ആഡ് ചെയ്ത് എഴുതണം അല്ലേ. ആദ്യത്തെ കള്ളിയിൽ എന്താണ്? പിന്നെ 100ഉം 10ഉം കൂടി ആഡ് ചെയ്തിട്ട് എഴുതുക. അപ്പോൾ എത്രയാണ്? 110 എഴുതാം. ഇനി അതിൻ്റെ താഴെയുള്ള ബോക്സിൽ എന്താ എഴുതേണ്ടത്? അതിൻ്റെ നേരെയുള്ള 10ഉം 1ഉം കൂടി ആഡ് ചെയ്തിട്ടാണ് എഴുതേണ്ടത് അല്ലേ. അപ്പോൾ 10ഉം 1ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 11 കിട്ടും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ആ 2 ബോക്സ് ഇല്ലേ, ആ 2 ബോക്സത്തും കൂടി ആഡ് ചെയ്തിട്ട് അതിൻ്റെ താഴെ എഴുതണം. അപ്പോൾ എത്രയാണ്? ഒന്ന് 110ഉം ഒന്ന് 11ഉം ആണല്ലേ. അപ്പോൾ എത്ര കിട്ടുക? 121 കിട്ടും. അത് ആ ബോക്സിൻ്റെ താഴെ എഴുതുക. അപ്പോൾ 11 × 11 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 121 ആണ്. ഇനി അടുത്തത് എന്താ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? 111 × 111 ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതിന് നമുക്ക് ബോക്സ് വരക്കണം. അങ്ങനെ ബോക്സ് വരച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യണം? 3 ബോക്സ് നേരെ 3 ബോക്സ് താഴേക്കും വേണം. എന്നിട്ട് അതെല്ലാം എങ്ങനെയൊക്കെയാണ് വേണ്ടത്? 100, 10, 1. അതുപോലെ താഴേക്കും അതുപോലെ തന്നെ 100, 10, 1. അതെല്ലാം ഗുണിച്ചെഴുതി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എന്താ കിട്ടുന്നത്? 12,321 ആണ് കിട്ടുക അല്ലേ. 12,321 ആണ് ആൻസർ കിട്ടുന്നത്. അതായത് 11 × 11 എന്ന് പറഞ്ഞാൽ എന്താണ്? 121 ആണ്. പിന്നെ മറ്റേതെന്താ കിട്ടിയിട്ടുള്ളത്? 12,321 ആണ് അല്ലേ. ഇനി ഇതിൽ തന്നെയുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. ക്യാൻ യു ഗസ് വാട്ട് 1,111 × 1,111 വുഡ് ബി? ചെക്ക് വെദർ യുവർ ഗസ് ഈസ് കറക്റ്റ്. അതായത് നമ്മൾ ആദ്യം ഒന്ന് പിന്നെ ഊഹിച്ചെയ്ത് വെക്കാം. എന്നിട്ട് അത് ശരിയാണോ എന്ന് കറക്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നോക്കൂ, എങ്ങനെയായിരിക്കും? അപ്പോൾ നോക്കൂ, അത് പിന്നെ കാണാനുള്ളത് എന്താണ്? 4 ഒന്നുകളാണല്ലേ ഗുണിക്കാൻ പറഞ്ഞിട്ടുള്ളത്. 4 ഒന്നുകൾ, അതായത് 1,111 × 1,111 ആണ്. അപ്പോൾ 4 ഒന്നുകളായതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? 1 മുതൽ 4 വരെ എഴുതുക. എന്നിട്ട് പിന്നെ താഴേക്ക് 1 വരെ എഴുതുക. അപ്പോൾ 1, 2, 3, 4, 3, 2, 1 എന്നാണ് എഴുതേണ്ടത്. ഇനി അതൊന്ന് ഗുണിച്ച് നോക്കിയാൽ നമുക്ക് കറക്റ്റ് അത് തന്നെയാണോ ആൻസർ കിട്ടുന്നത് നോക്കാം. അപ്പോൾ അതന്നെയല്ലേ കറക്റ്റ്. നിങ്ങളൊന്ന് ഗുണിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തന്നെയായിരിക്കും കിട്ടുക? ഇതേ ആൻസർ തന്നെയായിരിക്കും കിട്ടുക. അപ്പോൾ ഇനി ഇതുപോലെയുള്ള സ്ക്വയർ നമ്പേഴ്സ് കാണാൻ, അതായത് 1, 1 പിന്നെ അങ്ങനെ എത്ര എണ്ണം വരെ ഉള്ളതാണെങ്കിലും അതുപോലെയുള്ളതിൻ്റെ സ്ക്വയർ നമ്പറുകൾ കാണാൻ എന്ത് ചെയ്താൽ മതി? ഇതുപോലെ എഴുതിയാൽ മതി അല്ലേ. അപ്പോൾ 5 ഒന്നിൻ്റെതാണെങ്കിൽ 5 വരെ എഴുതുക. പിന്നെ താഴേക്ക് 4, 3, 2, 1 എന്ന് എഴുതുക. ഇനിയിപ്പോൾ 6 ഒന്നുകൾ ഇൻറ്റു പിന്നെയും 6 1 അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? 6 വരെ എഴുതുക. എന്നിട്ട് പിന്നെ താഴേക്ക് 5, 4, 3, 2, 1 എന്ന് എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. ഇനി നോക്കൂ, ഇതിൽ തന്നെയുള്ള 3ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് റൈറ്റ് ദ പാറ്റേൺ ഓഫ് സച്ച് പ്രോഡക്ട്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇതേപോലെയുള്ളത് ഇനി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കത് ഗുണിക്കാതെ തന്നെ ഇത് നോക്കിയിട്ട് തന്നെ എഴുതാൻ പറ്റൂ അല്ലേ. എങ്ങനെയാണ്? അപ്പോൾ നോക്കൂ, 5 1 ഇട്ടിട്ട് അതിന് 5 ഒന്നുകൾ ഇട്ടുകൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ 5 വരെ എഴുതുക. പിന്നെ 4, 3, 2, 1 എഴുതുക. 6 ഒന്നുകൾ ഇട്ടിട്ട് അതിനെ വീണ്ടും 6 ഒന്നുകൾ കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ 1 മുതൽ 6 വരെ എഴുതുക. എന്നിട്ട് പിന്നെ താഴേക്ക് 5, 4, 3, 2, 1 എന്ന് എഴുതുക. അങ്ങനെ തുടർന്ന് പോവുകയാണ് വേണ്ടത്. അതാണ് പാറ്റേൺ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നേരെ മറ്റേ രീതിയിൽ എഴുതിയാൽ മതി. അത് 1 2 1, 1 2 3 2 1, 1 2 3 4 3 2 1, അങ്ങനെ ഇട്ടുകൊണ്ട് എഴുതിയാലും മതി. ഈ പേജിൽ തന്നെയുള്ള 2ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ലുക്ക് അറ്റ് ദ ഫോളോയിങ് കാൽക്കുലേഷൻസ്. എന്നിട്ട് ഒരു പാറ്റേൺ തന്നിട്ടുണ്ട്. കണ്ടിന്യൂ ദിസ് ടു കമ്പ്യൂട്ട് ദ സ്ക്വയർ അപ് ടു 100. എന്നിട്ട് 100 വരെ ആക്കിയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, അതിൽ ഫസ്റ്റത്തെ ഓഡ് നമ്പറും സെക്കൻഡത്തെ ഓഡ് നമ്പറും കൂടെ കൂട്ടിയാൽ ഒരു സ്ക്വയർ നമ്പറാണ് കിട്ടിയിട്ടുള്ളത് അല്ലേ, 4 എന്നുള്ളത്. അതായത് 2 × 2 അല്ലേ 4 എന്ന് പറയുന്നത്. ആ 4ക്ക് വീണ്ടും അടുത്ത ഓഡ് നമ്പർ കൂട്ടുമ്പോൾ വീണ്ടും അടുത്ത സ്ക്വയർ നമ്പർ കിട്ടും. അതിലേക്ക് വീണ്ടും അടുത്ത ഓഡ് നമ്പർ കൂട്ടുമ്പോൾ അടുത്ത സ്ക്വയർ നമ്പറാണ് കിട്ടുന്നത് അല്ലേ. ഒന്ന് നോക്കി നോക്കൂ. 1 + 3 എന്ന് പറയുന്നത് 4 ആണ്. ആ 4ക്ക് 3ൻ്റെ ശേഷമുള്ള ഓഡ് നമ്പറാണ് അല്ലേ 5. 5 കൂട്ടുമ്പോൾ 9 എന്നുള്ള ഒരു സ്ക്വയർ നമ്പർ കിട്ടും. സ്ക്വയർ നമ്പർ എന്ന് പറഞ്ഞാൽ 3 × 3, 4 × 4, 5 × 5 അങ്ങനെ വരുന്നതാണ് സ്ക്വയർ നമ്പർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ
ആദ്യത്തേത് 4 അല്ലേ, ആദ്യത്തെ ആൻസർ കിട്ടിയിട്ടുള്ളത് 2 ഇൻറ്റു 2 ആണ്. രണ്ടാമത്തെ കിട്ടിയിട്ടുള്ളത് എന്താണ് 9 ആണ്, അത് 3 ഇൻറ്റു 3 ആണ്. അടുത്തത് കിട്ടിയിട്ടുള്ളത് 16 ആണ്, അത് എത്രയാണ് 4 ഇൻറ്റു 4 ആണ്. അപ്പോൾ ഇനി അടുത്ത തുടർന്ന് ബാക്കി വരുന്നത് അത് കണ്ടിന്യൂ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് എഴുതുക? അപ്പോൾ നോക്കൂ, 16 വരെയുള്ളതിൽ എഴുതിയിട്ടുണ്ടല്ലേ. അപ്പോൾ 16ന് ശേഷമുള്ളത് എഴുതുമ്പോൾ 16ക്ക് 7 കഴിഞ്ഞിട്ടുള്ള ഒറ്റ സംഖ്യ എത്രയാണ് 9 അല്ലേ. അപ്പോൾ 16 9 എത്രയാണ് 25 എന്ന് കിട്ടൂല്ലേ. ഇനി 25ക്ക് പിന്നെ 9 കഴിഞ്ഞിട്ടുള്ള ഓഡ് നമ്പർ അത് എത്രയാണ് 11 ആണ്. അപ്പോൾ 25 + 11 എത്രയാണ് 36 എന്ന് കിട്ടും. പിന്നെ അടുത്ത വരിയിൽ എന്താ കൊടുക്കേണ്ടത് 36 + 11 കഴിഞ്ഞിട്ടുള്ള ഓഡ് നമ്പർ ഏതാണ് 13 അല്ലേ. അപ്പോൾ 13 കൊടുക്കുക. അപ്പോൾ 36 + 13 എന്ന് പറഞ്ഞാൽ 49 എന്ന് കിട്ടും. പിന്നെ 49ക്ക് എത്രയാണ് കൂട്ടേണ്ടത് 15 ആണ് കൂട്ടേണ്ടത്. 49 + 15 അപ്പോൾ എത്രയാണ് 64 എന്ന് കിട്ടും. പിന്നെ 64ക്ക് എത്രയാണ് കൂട്ടേണ്ടത് 15 കഴിഞ്ഞിട്ടുള്ള ഓഡ് നമ്പർ അതായത് 17. അപ്പോൾ 17 കൂട്ടുക. അപ്പോൾ എത്ര കിട്ടുക 81 എന്ന് കിട്ടും. ഇനി 81ക്ക് 17 കഴിഞ്ഞിട്ടുള്ള ഓഡ് നമ്പറാണ് കൂട്ടേണ്ടത്. അപ്പോൾ അത് 19 ആണ്. അപ്പോൾ 81 + 19 എത്രയാണ് 100 എന്നും കിട്ടും. നമ്മളോട് 100 വരെയുള്ള പിന്നെ സ്ക്വയർ നമ്പേഴ്സാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യത്തെ 2 ഓഡ് നമ്പർ ആഡ് ചെയ്തപ്പോൾ പിന്നെ 2ൻ്റെ സ്ക്വയർ നമ്പർ കിട്ടി. പിന്നെ ആദ്യത്തെ 3 ഓഡ് നമ്പർ ആഡ് ചെയ്തപ്പോൾ 3ൻ്റെ സ്ക്വയർ നമ്പർ കിട്ടി. പിന്നെ ആദ്യത്തെ 4 ഓഡ് നമ്പർ ആഡ് ചെയ്തപ്പോൾ 4ൻ്റെ സ്ക്വയർ നമ്പർ കിട്ടി. അങ്ങനെയല്ലേ അത് തുടർന്ന് പോകുന്നത്. അപ്പോൾ നമുക്കൊരു ഇത് മനസ്സിലാവുന്നുണ്ട് അല്ലേ. ഈ ഒരു രീതി വെച്ചിട്ടാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഇതിൽ 2 ഉണ്ട്. അതിൽ ഫസ്റ്റത്തെ എന്താണ് ഹൗ മെനി ഓഡ് നമ്പേഴ്സ് ലൈക്ക് 1, 3, 5 ആർ ടു ബി ആഡഡ് ടു ഗെറ്റ് 400 എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അതിൽ സെക്കൻഡ് എന്താണ് വിച്ച് ഈസ് ദ ലാസ്റ്റ് ഓഡ് നമ്പർ ആഡഡ് ഇൻ ദിസ്. ഇതിൽ ഏതാണ് ഏറ്റവും ലാസ്റ്റ് ആഡ് ചെയ്തിട്ടുള്ള ഓഡ് നമ്പർ എന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, അതിൽ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് 400 എന്ന് പറയുന്നത് ഒരു സ്ക്വയർ നമ്പർ ആണല്ലോ. ഏതൊക്കെ സംഖ്യകൾ ഗുണിക്കുമ്പോഴാണ് 400 കിട്ടുക 20 ഇൻറ്റു 20 ഗുണിക്കുമ്പോഴാണ് 400 എന്ന് കിട്ടുക അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ എത്ര ഓഡ് നമ്പർ ആഡ് ചെയ്യുമ്പോഴായിരിക്കും 400 എന്ന് കിട്ടുക 20 അല്ലേ. കാരണം എന്താണ് 20ൻ്റെ സ്ക്വയർ ആണ് 400. അപ്പോൾ അത്രയും ഓഡ് നമ്പർ ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത് 400 എന്ന് കിട്ടുന്നത്. നമ്മൾ തൊട്ട് മുമ്പുള്ള ക്വസ്റ്റ്യനിൽ ചെയ്തപ്പോൾ കണ്ടതാണ് അല്ലേ അത്. ഇനി ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ നോക്കൂ, ഏതാണ് അവസാനം ആഡ് ചെയ്ത ഓഡ് നമ്പർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് 20ാമത്തെ ഓഡ് നമ്പർ ഏതാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 20ാമത്തെ ഓഡ് നമ്പർ കാണാൻ എന്ത് ചെയ്താൽ മതി, നമ്മൾ ആ 20ൻ്റെ ഇരട്ടി കണ്ടിട്ട് അതിന് 1 കുറച്ചാൽ മതി. അതായത് 40 നിന്ന് 1 കുറച്ചത് അപ്പോൾ എത്രയാണ് 39. അപ്പോൾ ഏറ്റവും അവസാനത്തെ ഓഡ് നമ്പർ എത്രയായിരിക്കും, അതായത് ഈ 400 കിട്ടാൻ വേണ്ടി പിന്നെ ആഡ് ചെയ്തിട്ടുള്ള ഏറ്റവും അവസാനത്തെ ഓഡ് നമ്പർ അതായത് 20ാമത്തെ ഓഡ് നമ്പർ എന്ന് പറഞ്ഞത് എത്രയാണ് 39 ആണ്. ഇനി നമുക്ക് 4ാമത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കാം. വിച്ച് ഈസ് ദ 15th ഓഡ് നമ്പർ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഏതാണ് 50ാമത്തെ ഓഡ് നമ്പർ ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതുപോലെ അതിൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ് വാട്ട് ഈസ് ദ സം ഓഫ് ദ ഓഡ് നമ്പേഴ്സ് ഫ്രം 1 ടു ദിസ് നമ്പർ. അതായത് 1 മുതൽ അതുവരെയുള്ള നമ്പറിൻ്റെ ഓഡ് നമ്പറിൻ്റെ സം എന്താണെന്നും കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കൂ, ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക. അപ്പോൾ എങ്ങനെയാണ് 50ാമത്തെ ഓഡ് നമ്പർ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് നേരത്തെ ചെയ്ത പോലെ തന്നെ അതിൻ്റെ ഡബിൾ കാണാൻ, എന്നിട്ട് അതിൽ നിന്ന് 1 കുറക്കുക. അപ്പോൾ അതിൻ്റെ ഡബിൾ എന്ന് പറഞ്ഞാൽ 50 + 50 അല്ലേ. അതിൽ നിന്ന് 1 കുറക്കുക എന്ന് പറയുമ്പോൾ 50 + 50 എന്ന് പറഞ്ഞാൽ 100 ആണ്. 100 നിന്ന് 1 കുറക്കുമ്പോൾ എത്രയാണ് 99 ആണല്ലേ. അപ്പോൾ 50ാമത്തെ ഓഡ് നമ്പർ ഏതാണ് 99 ആണ്. ഇതിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് 1 മുതൽ ആ നമ്പർ വരെയുള്ള ഓഡ് നമ്പറിൻ്റെ പിന്നെ സമ്മ് കാണാനാണ് പറഞ്ഞത്. ആ നമ്പർ എന്ന് പറഞ്ഞാൽ 99 ആണ് അല്ലേ. പിന്നെ 50ാമത്തെ ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ 99 അല്ലേ. അപ്പോൾ 1 മുതൽ 99 വരെയുള്ള ഓഡ് നമ്പറിൻ്റെ സമ്മ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് കാണുക. അപ്പോൾ നമുക്കറിയാം എത്ര ഓഡ് നമ്പർ ഉണ്ടോ അതിൻ്റെ സ്ക്വയർ നമ്പർ ആയിരിക്കും അല്ലേ അതിൻ്റെ സമ്മ് എന്ന് പറയുന്നത്. അപ്പോൾ എത്ര ഓഡ് നമ്പറാണ് നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ് 50 അല്ലേ. അപ്പോൾ 50ൻ്റെ സ്ക്വയർ കണ്ടാൽ മതി. 50ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 50 × 50. 50 × 50 കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി 5 × 5 എത്രയാണ് നമുക്കറിയാലോ, എത്രയാണ് 25 ആണല്ലേ. പിന്നെ രണ്ടിലും ഓരോ പൂജ്യങ്ങളുണ്ട്, ആ പൂജ്യം കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ എത്രയായി 2500 എന്നായില്ലേ. 2500 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ 1 മുതൽ 50 വരെയുള്ള ഓഡ് നമ്പറിൻ്റെ സമ്മ് എന്ന് പറഞ്ഞാൽ എത്രയാണ് 2500 ആണ്. ഇനി ഈ പേജിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ലുക്ക് അറ്റ് ദിസ് പിക്ചർ. എന്നിട്ട് കുറച്ച് പിക്ചർ തന്നിട്ടുണ്ടല്ലേ. ഫസ്റ്റത്തെ പിക്ചറിൽ 4 ഡോട്ടുകളാണുള്ളത്. അതായത് ഒരു ചതുരത്തിൽ 4 ഡോട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു സ്ക്വയർ നമ്പറാണ്. ആ സ്ക്വയർ നമ്പറിനെ എങ്ങനെയാണ് പിരിച്ചെഴുതിയിട്ടുള്ളത് നോക്കൂ. 4നെ എങ്ങനെയാണ് പിരിച്ചെഴുതിയിട്ടുള്ളത് 1 + 2 + 1 അല്ലേ പിരിച്ചെഴുതിയിട്ടുള്ളത്. അടുത്ത സ്ക്വയർ നമ്പർ നോക്കൂ 9 ആണ്. ആ 9നെ എങ്ങനെയാണ് പിരിച്ചെഴുതിയിട്ടുള്ളത് 9 എന്നുള്ളതിനെ എങ്ങനെയാണ് പിരിച്ചെഴുതിയിട്ടുള്ളത് 1 + 2 + 3 + 2 + 1 അല്ലേ. ഇനി അടുത്തത് 16 ആണ്. ആ 16നെ എങ്ങനെ പിരിച്ചെഴുതിയിട്ടുള്ളത് നോക്കൂ 1 + 2 + 3 + 4 + 3 + 2 + 1 ആണ് പിരിച്ചെഴുതിയിട്ടുള്ളത് അല്ലേ. അതായത്
പിന്നെ ആദ്യത്തത് 4 എന്ന് പറയുന്നത് 2 എന്ന് പറഞ്ഞ സംഖ്യൻ്റെ സ്ക്വയർ നമ്പറാണ്. അടുത്തത് പിന്നെ 9 എന്ന് പറയുന്നത് 3ൻ്റെ സ്ക്വയർ നമ്പറാണ്. അടുത്തത് പിന്നെ 16 എന്ന് പറയുന്നത് 4ൻ്റെ സ്ക്വയർ നമ്പറാണ് അല്ലേ. 4 × 4 അല്ലേ 16. അതിനെ പിരിച്ചെഴുതിയ രീതിയാണ് അതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതേ ഒരു രീതിയിൽ 25 ഹൗ ഡു വി റൈറ്റ് 25 ആസ് ദി സം ആസ് എ സം ലൈക്ക് ദിസ്. അത് ഈ ഒരു രീതിയിൽ നമുക്ക് 25നെ എങ്ങനെ പിരിച്ചെഴുതാമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ അടുത്തത് എന്താണ്, ഹൗ അബൌട്ട് 36നെ എങ്ങനെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ക്യാൻ യു റൈറ്റ് 100 ആസ് സച്ച് എ സം. ഇതുപോലെ 100നെ എഴുതാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് എഴുതാൻ നോക്കൂ. അപ്പോൾ നോക്കൂ, ആദ്യത്തെ ക്വസ്റ്റ്യന് 25നെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 25 ഏതിൻ്റെ സ്ക്വയർ നമ്പറാണ്, 5ൻ്റെ അല്ലേ. 5 × 5 അല്ലേ 25 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ചെയ്ത പോലെ ചെയ്യുകയാണെങ്കിൽ ഒന്നുകിൽ ചിത്രം വരച്ച് അങ്ങനെ കാണിക്കാം, അതല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പിരിച്ചെഴുതാം. 1 + 2 + 3 + 4 + 5 പ്ലസ് പിന്നെ താഴേക്ക് അല്ലേ 4 + 3 + 2 + 1 എഴുതേണ്ടത്. അപ്പോൾ 5 വരെ മേലേക്ക് എഴുതുക, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് താഴേക്ക് വീണ്ടും 1 വരെ പിരിച്ചെഴുതാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് 25 എന്ന് കിട്ടും. ഇതിലടുത്ത ക്വസ്റ്റ്യൻ 36നെ എങ്ങനെ എഴുതുക എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ 36നെ ആണെങ്കിൽ എങ്ങനെ എഴുതുക നോക്കൂ. 36 എന്ന് പറയുന്നത് 6ൻ്റെ സ്ക്വയർ നമ്പറാണ്. 6 × 6 ആണ് 36 അല്ലേ. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് 6 പുള്ളി വരുന്ന രീതിയിൽ, ആ ഡോട്ട് വരുന്ന രീതിയിൽ ആ ഒരു ചതുരം വരച്ചിട്ട് അങ്ങനെ വരച്ച് കാണിക്കാം. അങ്ങനെ കാണിക്കണം. എന്നിട്ട് അതിന് ശേഷം നമുക്കത് എങ്ങനെ എഴുതണം. 1 + 2 + 3 + 4 + 5 + 6 വരെ എഴുതുക. പിന്നെ താഴേക്ക് 5 + 4 + 3 + 2 + 1 അങ്ങനെയാണ് എഴുതേണ്ടത് അല്ലേ. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്, 100ൻ്റെത് ഇതേപോലെ എഴുതാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 100ൻ്റെത് എന്താണ്, 10ൻ്റെ സ്ക്വയർ നമ്പറാണ് അല്ലേ. അപ്പോൾ 10 വരെ എഴുതുക, പിന്നെ 10ന്ന് താഴേക്ക് 9, 8, 7 അങ്ങനെ 1 വരെ എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിൽ ചോദിച്ചിട്ടുള്ളത് 100ൻ്റെത് എഴുതാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ എഴുതാൻ പറ്റുമെന്ന് എഴുതാം. കാരണം എന്താണ്, അതൊരു സ്ക്വയർ നമ്പറാണ്. 10 × 10 ആണ് 100 എന്ന് പറയുന്നത്. സ്ക്വയർ നമ്പർ ആയതുകൊണ്ട് തന്നെ ഇതേ ഒരു രീതിയിൽ നമുക്ക് പിരിച്ചെഴുതാൻ പറ്റും. ഇങ്ങനെ സ്ക്വയർ നമ്പേഴ്സിനെ മാത്രമാണ് ഈ ഒരു രീതിയിൽ നമുക്ക് പിരിച്ചെഴുതാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ 25 കഴിഞ്ഞാൽ പിന്നെ 36നെ അങ്ങനെ പിരിച്ചെഴുതാൻ പറ്റുള്ളൂ. വേറെയുള്ള അതിൻ്റെ ഇടയിലുള്ള വേറെയുള്ള സംഖ്യനൊന്നും കഴിയില്ല. അപ്പോൾ അതുപോലെ തന്നെ അതിന് 100 ഒരു സ്ക്വയർ നമ്പർ ആയതുകൊണ്ട് തന്നെ അതിന് നമുക്ക് ഈ ഒരു രീതിയിൽ പിരിച്ചെഴുതാൻ പറ്റും. അപ്പോൾ എഴുതുന്ന രീതി എങ്ങനെയാണെന്ന് ഞാൻ താഴെ കാണിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്, 1 മുതൽ 10 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് എഴുതുക. അതിനുശേഷം അവിടുന്ന് താഴേക്ക് 9, 8, 7, 6 അങ്ങനെ 1 വരെ വീണ്ടും ആഡ് ചെയ്തിട്ട് എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ എന്ത് തന്നെയായിരിക്കും അത് ആഡ് ചെയ്യുമ്പോൾ 100 നമുക്ക് ആൻസർ കിട്ടും. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി അടുത്ത പേജിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.